നമുക്കിന്ന് നല്ല ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല വേവിച്ചിട്ട് ആ മസാലയൊക്കെ അതിൽ തന്നെ പിടിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു കടായിലെങ്ങാനും വേവിച്ചാൽ മതിയാവും കേട്ടോ, കുക്കറിലൊന്നും അടിക്കരുത്. അതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ മാറ്റി മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ. ബോൺലെസ് പീസാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ പൊടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റാക്കി ഇതിട്ട് കൊടുക്കുകയാണ്. പിന്നെ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച പൊട്ടറ്റോ കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ആ മിക്സ് നമ്മുടെ ചിക്കൻ പൊടിച്ചുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് നല്ലോണം കുഴച്ച് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുട്ട ഉപ്പും കൂടെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അതിലിട്ട് ഒന്ന് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബ്രെഡ് ഒന്ന് ചൂടാക്കി പൊടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ആ കോട്ടിങ് നമ്മുടെ എന്താ പറയുക കൂട്ടുണ്ടല്ലോ അതിൻ്റെ എല്ലാ സൈഡിലും നല്ലോണം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം അതിലിട്ടിട്ട് അപ്പുറം ഇപ്പുറവും നല്ലോണം മുരിയിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കട്ട്ലേറ്റൊക്കെ ആ ബ്രെഡ് ക്രംസിലും കൂടെ എല്ലാം ഒരുമിച്ചാക്കി വെക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം ഇതായി വരാൻ അധികം സമയമൊന്നുമില്ല. അങ്ങനെ രണ്ട് സൈഡും മുരിയിച്ചെടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ.